Hello, welcome to Tales of Agent. നീ എന്റെ മണ്ടത്തിലെടുക്കും, അതുകൊണ്ടാണ് എനിക്ക് പേടി. ആ ഇത് കൊള്ളാം, ഇത് കുറച്ചുകൂടെ കൊള്ളാം. കുഞ്ഞിന്റെ ബോയ്ഫ്രണ്ടാണ് വീട് കട്ടാക്കി പറയണേ. ഈശോ ഞാൻ പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയതാരാണോ, പുല്ലാങ്കുഴലൊരു പാൽക്കടലാക്കിയതാരാണോ, നമ്മുടെ മഴവിൽ കനവിൻ നദിരിനി എന്താന്നോ താങ്ക് യു. ഞാൻ പറഞ്ഞത് ഫുഡ് കഴിക്കാൻ പോവാ, ലഞ്ച്, വേറൊന്നുമില്ല. അതാ കട, കോഫി ജംഗ്ഷൻ. പാർക്കിംഗ് ഉള്ളിൽ ഇരിക്കുന്നുണ്ടോ? അത് ഇത് ലെഫ്റ്റ്. നമുക്ക് അവിടെയാണ് അവിടെ കയറണ്ടേ. ഇവിടെ 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 നേരെ പോട്ടെ. പിന്നെ നിനക്ക് ബർത്ത്ഡേ പാർട്ടികളൊക്കെ തരണോ? ബർത്ത്ഡേ പാർട്ടി അല്ലല്ലോ ഇവിടെ പാർട്ടി. തണല് വേണമെങ്കിൽ അപ്പുറത്ത് പാർക്ക് ചെയ്ത് വെയിൽ വരും. ആ സൈഡിൽ ഞാൻ ഇടയ്ക്ക് വരും. നമ്മളും പോകും തട്ടുകടയിലൊക്കെ. അത്രേ ഉള്ളൂ. അതെ, ഇതിലെ കൂടെ കുറെ ക്യാമറസ് ഇറക്കൂല. അതേ ക്യാമറ എടുത്ത് അവനെ തുടങ്ങും. നീ എന്റെ മണ്ടത്തിലെടുക്കും, അതുകൊണ്ടാണ് എനിക്ക് പേടി. അത് ഞാൻ എടുക്കും. അല്ല നീയേ എനിക്ക് വേണ്ടതൊക്കെയാ. റിഫ്ലക്ഷൻ കണ്ടില്ലേ നീ? ഞാൻ ഇതില് പ്ലേറ്റിൽ നിന്ന് വെള്ളമാക്കി കൊണ്ടുവന്നിക്കാൻ അത് ശരിയാ. ഞാൻ ഇനി കൈ എഴുതാനാണോ നമ്മള് കൊട്ടു കൊടുക്കണ്ട? വീഡിയോ എടുത്തോ, ഇട്ടിട്ട് കുറച്ചായല്ലോ, കാണാറില്ലല്ലോ ഇപ്പൊ. വീഡിയോ ഉണ്ടോ? വീഡിയോ പോസ്റ്റ് ചെയ്യാണ്ട് ഞങ്ങളെ മറ്റേ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇറങ്ങാണ്ട്. മടിയാന്നേ വീഡിയോയുടെ. അല്ലടാ, ഇതെല്ലാം കൂടെ ഉള്ളിൽ ചെന്നിട്ട് അടി ഉണ്ടാക്കാനാ. അവന്റെ ഫ്രഷ് വാട്ടർ മെലൻ. റെക്കോർഡിംഗ് എടുത്തോ? ഇല്ല, അതിന് കുറച്ച് കണ്ടന്റ് എടുത്ത് അവനെടുക്കാം, അവനെങ്കിലും അതന്നെ. ഒന്നും എടുക്കണ്ട. നമ്മള് കണ്ട് കഴിക്കണേ. പൈസ ഉണ്ടോ? എന്റെ അത്ര ഇഷ്ടണ്ടല്ലോ. ഞാനിപ്പോ എങ്ങനെ കഴിക്കും? ഡ്രസ് ചെയ്തിട്ട് കഴിക്കാം. എന്താ ബീഫാണോ? ബീഫ്, അതും ഡബിൾ ഫാറ്റി. ഒഴിവാക്കിയാൽ ഞാൻ ഒരു സാധനം ചെയ്യുകയാണ്. പകലിനായി മഴയാകാം, കുളിരായി പീലി
തനുവിൽ തണലേകിടുമോ നിലവേ നിലവേ. Random ones making happen. Having the best time, okay? എനിക്കങ്ങനെ വളരെ റെയർ ആയതുകൊണ്ട് കൊറേ സംസാരിച്ചിട്ട് വണ്ടർഫുൾ പ്ലേസ് അല്ലേ? നല്ല കറക്റ്റ് തന്നെ പറയൂ നമ്മൾ എവിടെയാണ്? യെസ് വി ആർ അറ്റ് കോഫി ജംഗ്ഷൻ ബൈ റെനായി. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. കുറെ സംസാരിച്ചു. ഒരു റാൻഡം ഫ്രണ്ടിനെ പൊക്കി എടുത്ത് കൊണ്ടുവന്നതാണ്. എന്നിട്ട് റാൻഡം ഫ്രണ്ട് അവിടെ എന്റെ അനിയന്റെ അതേ സ്വഭാവം. വാഷ്റൂം കയറി കഴിഞ്ഞ് ഒരുങ്ങിയിട്ടേ വരത്തുള്ളൂ. അതിനെ പോയേക്കാൻ തോന്നുന്നു. കണ്ടിട്ടില്ല ആളെ, എവിടെയോ പോയി. എന്റെ അനിയൻ ഇത് തന്നെ. കണ്ണാടി കണ്ടുകഴിഞ്ഞാൽ ഫോട്ടോ എടുത്തോണ്ടിരിക്കണം, അത് വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കണം, അല്ലെങ്കിൽ ഒരുങ്ങണം. കുറെ നേരം മുടി കൈ പിടിച്ചോണ്ട് നടക്കും. പെമ്പിള്ളേരെക്കാട്ടിലും കൂടുതൽ ടൈം എടുക്കുന്നത് സത്യം ഞാൻ എന്റെ അതിനടുത്ത് ചോദിച്ചിട്ടുണ്ട്, നിനക്ക് വേറെ അസുഖമൊന്നും ഇല്ല. പക്ഷേ ഇത് എത്ര നേരം എന്ന് വെച്ചിട്ട് കണ്ണാടിന് മുന്നിൽ നിൽക്കുക. അത് തന്നെ റാൻഡം ചെക്കൻ ഇപ്പൊ വരുന്നതായിരിക്കും. വരുന്ന ഒരു സെലിബ്രിറ്റി വാഷ്റൂമിൽ കയറിയാൽ ഒരുപാട് സമയം എടുക്കുന്ന മഹാൻ. വാഷ്റൂമിൽ കയറിയാൽ ഒരുപാട് സമയം എടുക്കുന്ന മഹാൻ. കാണിച്ചു കൊടുക്കുകയായിരുന്നു സത്യം. ഈ ആകാശങ്ങളാകെ നിലവേ നിലവേ. ഈ താഴ്വാരങ്ങളാകെ നിലവേ നിലവേ. ഓ നിലവേ. പണ്ടത്തെ അലമ്പ് പരിപാടിയില്ല. என் நெஞ்சை கொய்தவள் மின்னலாய் மின்னலாய் என் பார்வை பறித்தவளோ இதயம் இதமாய் மிதந்ததே தாராய் தாராய் என் தாகம் தாண்டி நூறாய் கொய்யும் கண்கள் நீயும் பேசுமா ഒരു മാല ഇളവയിൽ നേരം അഴകാന ഒരു കാലം. சற்று தொலைவிலே அவள் முகம் பார் அங்கே தொலைந்தவள் ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അവൻ കണ്ണാടി കൂടെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുണ്ട്, കുറെ ഷോട്ട് എടുത്തിട്ടുണ്ട്, കുറെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. എനിക്ക് എല്ലാം എഡിറ്റ് ചെയ്യണം. ലൈറ്റ് ഒന്ന് മിന്നിച്ച് മിന്നിച്ച്. അതല്ല, റൗണ്ട് ഒന്ന് മിന്നിച്ച്. ഹെഡ്ലൈറ്റ് ഒന്ന് മിന്നിക്കടോ. അതന്നെ. പാനീഷ്യൻ ഫുഡ് എനിക്ക് ജാപ്പനീസ് ഫുഡ് ട്രൈ ചെയ്യണം എന്നുണ്ട്. മാറിപ്പോയല്ലേ? എന്താണ് നീ എത്ര GB യാണ്? അതന്നെ കോട്ടയം കിടങ്ങു കിഴങ്ങ് കഴിച്ചോ? കഴിച്ചോ? ഇല്ല വിശാഖേ? എന്റെ ചേട്ടന്റെ വായുന്ന ആ ഒരു വർത്താനം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ചില ദിവസങ്ങളിൽ പറയാറുണ്ട്, അല്ലാതെ ബാക്കി വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വീഴുന്ന എന്താന്ന് പറയുന്നത് മുത്ത് പണി. അതെ, ചേട്ടനോട് ഭയങ്കര സ്നേഹം. അല്ല, ഇവിടെ മേക്കപ്പ് ഒന്നും കൊള്ളാം, അറിയില്ല. എല്ലാം അറിയിച്ചിട്ട് ഒരു സീനിലെ ഹോസ്പിറ്റൽ സീൻ ആയിരുന്നു. ഹോസ്പിറ്റൽ സീനില് ആരെയും ഹോസ്പിറ്റലിൽ അച്ഛൻ ഹോസ്പിറ്റൽ സീനില് ഇവള് ഞാൻ ഇനി ഒറ്റ മേക്കപ്പ് ചെയ്യാനും പോയി.
വന്നപ്പോ ഒരു വെള്ളപ്പാണ്ട് ഒരു പെണ്ണ് ആ മനസ്സിലാവണ്ടേ ഇത് ലാസ്റ്റ് മേക്കപ്പിൽ ഏട്ടനെ വിളിച്ച് ചെയ്തിട്ട് കുറച്ച് ലൈറ്റിംഗ് വന്നപ്പോ കറക്റ്റ് ആയില്ലേ? ഇല്ല ഇല്ല, ഓൾറെഡി വെളുത്ത് പിന്നെ ലൈറ്റ് കൂടി മൊത്തം കഴിച്ചിട്ട് ഇങ്ങനെ കൂടുതല് നമ്മുടെ ഏതറിയോ ചതിക്കാത്ത ചന്തുലി സലീം കുമാർ ഇല്ലേ അത് പോലായിരുന്നു. ആ സിറ്റുവേഷനില് അത് കൊള്ളത്തില്ലായിരുന്നു. അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നത് സിറ്റുവേഷനല്ല. ഓണം ഔട്ട്ഫിറ്റ് അന്നേരം ഇട്ടിരുന്നത്. അല്ലല്ല അത് ബൽറാമിനെ കാണാൻ പോയതോ? അത് സൂപ്പർ ഔട്ട്ഫിറ്റാ. ഓണോട് ഭയങ്കരണ്ടായിരുന്നു കുഴപ്പം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് നോർമൽ ഭയങ്കര ഓണത്തിനിടത്ത് കസവ് സാരി അങ്ങനെയല്ലേ പിടിക്കുന്നത്? പാവാട ബ്ലൗസും സാരിയും അങ്ങനത്തെ ഒക്കെ പിടിച്ചിരിക്കും. ഐസായി പിടിക്കണല്ലോ ചെയ്യിക്കോ ചെവിക്ക് പിടിക്കാൻ മതി. ശരിക്കും ഇനി ഇടയ്ക്കിടയ്ക്ക് പിടിക്കണ്ടേ. എടാ നീ കൺമണിക്ക് ഗിഫ്റ്റ് കൊടുത്തോണ്ടിരുന്നപ്പോ ഉമ്മ അറിഞ്ഞേന്ന് ചോദിച്ചു. അന്ന് ചെവിക്ക് പിടിക്കുന്ന സീന് സെറ്റ് നല്ലായിരുന്നു എനിക്ക്. എന്ത് ആ സെറ്റ് ഇട്ടിരുന്നത് ഓ മാല 4000 കമ്മലും അതും അത് നല്ലതാണ്. സംഗീത എത്ര ചേച്ചി രൂപ എടുക്കാറാണ് നീ? നിന്റെ ഗിഫ്റ്റ് തന്നെ നീ ആണോ? ആ ഇന്ന് കൊടുത്തതാ കൊടുക്ക കൊടുത്ത് നല്ല കൂടി പതുക്കെ ലൂരി ഒന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. താഴെ അന്റെ കണ്ട് മോളൊക്കെ മോളെ ചേട്ടനോ ഇത് തന്നെ അസുഖല്ലേ എനിക്ക് നോക്ക് സെയിമാ മറവിയാ ഭയങ്കര മറവിയാ. സത്യം ചേട്ടനെ കണ്ട പോലെ ആ നിനക്ക് നന്നായിട്ടുണ്ട്. സൂപ്പർ ഇനി പറയും സൂപ്പറല്ലേ ഏട്ടനെ എനിക്ക് അങ്ങോട്ടും കൂടെ പൊക്കും. ലൈറ്റ് ലൈറ്റ് കൊള്ളാം കൊള്ളാം കുഞ്ഞു സൂപ്പർ സിനിമ നടി പോലെ മോളിവിടെ ആക്കുന്ന പോലെ ഐശ്വര്യേട്ടൻ പാവം വേണോ? ഞാനൊന്ന് ഇട്ടോക്കിയായിരുന്നു. അതാ നോക്കൂ മുറ്റത്തൊരു മൈന. ഓക്കെ കുഞ്ഞു നീ പറ. ഇപ്പൊ പറയാനൊന്നുമില്ല അല്ലെങ്കിലും ക്യാമറ എടുത്തിട്ട് രണ്ടുപേരും ഡീസന്റ് ആവും രണ്ടുപേർക്ക് തന്നെ ക്യാമറ ഓഫ് ചെയ്യുമ്പോ ഞാൻ പറയും ആരോ പറഞ്ഞു ഏത് സീനായിരുന്നു നമ്മള് രണ്ടുപേരും താലി കെട്ടിക്കൂടാർന്നോ ചോദിക്കില്ല റൂമിലിരുന്ന്. കണ്ടില്ലേ നീ? എങ്ങനെയുണ്ട് സീൻ? ആ സീനാണ് നിനക്ക് അടിപൊളി സീനാ. നീയാണോ ഞാനാണോ? നമ്മളെന്തോ അത് അവനിങ്ങനെ നിന്നെ ഇങ്ങനെ പിടിച്ച് സംസാരിച്ചൊക്കെ ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഓൾറെഡി അറിയാലോ റിയൽ ലൈഫിൽ നടക്കുന്നത്. അപ്പൊ കാണുമ്പോ തന്നെ ഫീൽ കൊള്ളുക. എന്നിട്ട് എന്നോട് പറഞ്ഞു നിന്റെ ചേട്ടനെ പോലെ തന്നെ ഇരിക്കുന്നു. ഇന്നലെ പറഞ്ഞ ആരാ നിന്നെ പോലെ തന്നെ ഇരിക്കുന്നു നിന്റെ ചേട്ടൻ. അത്രയും മോശ അത്രയും കുഞ്ഞു നീരും ഇവിടെ നാളില് കണ്ടര് വെച്ച് വിക്കള് ചെയ്യാ. ആദ്യം പുറത്തിറങ്ങിയിട്ടുണ്ടാവും. പിന്നെ തിരക്ക് കുറവ്. അതല്ലേ പറഞ്ഞു ഈ ഒരു തിരക്ക് നല്ല ഇവിടെ ഫുള്ളാവും മെമ്മറി രാവിലെ പറയുന്നത് നിങ്ങളിപ്പോ രാവിലെ എപ്പോ കുഞ്ഞുന് മടുത്തു. എന്തോട്ടെ കുഞ്ഞു കുഞ്ഞിന്റെ ബോയ്ഫ്രണ്ട് കാണിച്ചായിരുന്നു. കാണിച്ചാ കുഞ്ഞിന്റെ കൺസെപ്റ്റ് 6 അടിയുള്ള ഒരാളല്ലേ വേണ്ടേ? അതെ 6 അടി എവിടെ കിട്ടും 6 അടി വാങ്ങിക്കാൻ കിട്ടും അമിത വെച്ചായിരിക്കും ഇതിന്റെ അകത്തുണ്ടോ 6 അടി ഇത്രയും വന്ന സ്ഥിതിക്ക് എന്റെ ബോയ് ഫ്രണ്ടിനെ കണ്ട സ്ഥിതിക്ക് എന്റെ ചേട്ടൻ എനിക്ക് ഡ്രസ് വാങ്ങി. അതന്നെ ഡ്രസ് കണ്ടു വീഡിയോ കട്ടാക്കി പറയണേ. കുഞ്ഞ് ഇതില്ലേ ഓ പല നീറ്റിക്കില്ലേ എന്റെ കുഞ്ഞ് ഇതുവരെ ലിഫ്റ്റിലൊന്നും കയറിയിട്ടില്ല. അപ്പൊ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എന്റെ കുഞ്ഞിന് ലിഫ്റ്റ് കയറുന്ന എടുക്കാനുണ്ടോ കയ്യില് ഐഫോണൊക്കെ ഇവിടെ 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 അവിടെ എവിടെങ്കിലും
പാർക്കിംഗ് P1. പിന്നെ ആഫ്റ്റർ എ ലോങ് ടൈം കുറെ കാലത്തിന് കാത്തിരിക്കുന്ന ശേഷം എന്റെ കുഞ്ഞ് ലിഫ്റ്റ് കയറാണ്. കുഞ്ഞ് താഴ്ച ആദ്യം എന്നെ ലിഫ്റ്റിൽ കയറാൻ പഠിപ്പിച്ചത്. പേടിയായിരുന്നു. ഞാൻ പഠിപ്പിച്ചു. അങ്ങനെ ഇപ്പം എന്റെ ഏട്ടനാണ് ഇല്ലാണ്ട് തന്നെ ഇതൊന്നും പറയണ്ട ആൾക്കാർ എന്റെ ചേട്ടനാണ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം ഇറങ്ങണം. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി കുഞ്ഞു. എവിടെയാണോ വണ്ടി? വൈഫൈ വാങ്ങിക്കൊണ്ടിരുന്നല്ലോ എന്നോട് ചോദിച്ചോളൂ. ടാറ്റാ ബൈ ബൈ. പണിയെടുക്കാൻ പോവാണ്. ഞങ്ങൾ വ്ളോഗ് അവസാനിപ്പിക്കാണ് ഗൈസ്. പണിയെടുക്കാൻ പോകും. യെസ്. ഇന്ന് വർക്ക് ചെയ്ത് പൈസ കിട്ടിയിട്ട് വേണം എന്റെ ഗ്രില്ലൊക്കെ മാറ്റിത്തരാൻ. അതെ അതെ. ഒരു വീഡിയോ എപ്പോഴും ആവശ്യമുണ്ടല്ലോ. നല്ല ലൈറ്റിംഗ്. ലൈറ്റ് ഇഷ്യൂസ് ക്ലാസ് വരും. കുറച്ചുകൂടെ എല്ലാം നിങ്ങളല്ലേ പറയണ്ടേ. ഞങ്ങൾക്ക് അടിപൊളിയായിരുന്നു. ഗ്രേറ്റ് ഡേ. ഗ്രേറ്റ് ഡേ. യെസ്. ഞാൻ ടോപ്പാണ്. നൈസിന് സ്വയം ഒന്നും പൊങ്ങിയതാണ്. അതെ. ഇതുപോലെ ഇനി നമുക്ക് ഉണ്ടാക്കണം. അതെ അതെ. അത് അതിനൊക്കെ വിജയം ചിന്തിക്കണം. അതെ. ഓൾവേസ് ഫ്രീ. ഓൾവേസ് ഫ്രീ. ഓൾവേസ് ഫ്രീ. നിങ്ങൾ എൻജോയ് ചെയ്തോ? ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ഞങ്ങൾ ഇഷ്ടപ്പെട്ടു. കുഞ്ഞു പ്രോ ഡ്രൈവർ കുഞ്ഞു പ്രോ ഡ്രൈവർ. എന്തേ പോണില്ലേ? ഓപ്പറോഡ് മാൾ നീ പറ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞങ്ങള് പ്ലാൻ ചെയ്തിട്ട് കുളമായില്ലല്ലോ. സന്തോഷം. അത്രയും മതി. സ്ഥലം ഞങ്ങളൊരു അപ്പൊ ഇതുപോലെ ഇനി നമുക്ക് പ്ലാൻ ചെയ്യാം. എല്ലാ ഷെഡ്യൂളും ഓരോ ദിവസം. അതാ ഓരോ ദിവസം ഞങ്ങൾക്ക് അങ്ങ് തന്നാൽ മതി. നമുക്ക് പൊളിക്കാം. ഇത് നീ പ്ലാൻ ചെയ്തെടുത്ത ഷെഡ്യൂള് ഞാൻ പ്ലാൻ ചെയ്തൊന്നും നടക്കാൻ നടക്കത്തില്ല. അത് നല്ല വണ്ടി. അവൻ ഇന്ന് കഴിഞ്ഞാൽ നമ്മളെ മറക്കും. അത് അടുത്ത ആളാണ്. നീ തന്നെ നിങ്ങൾ തന്നെ പറഞ്ഞേ. ഞാൻ പറയത്തില്ല. തോരാതെ ഞങ്ങൾ പറഞ്ഞ എന്താ സംഭവം. ഇറ്റ്സ് ഹേർട്ട്. ഓ ഇത് തന്നാ മതി. വീഡിയോ റെക്കോർഡിംഗ് ആണ്. പറഞ്ഞോ. എന്നാ പറ കേക്കട്ടെ. നിന്നെ പോലുള്ള ക്യാരക്ടർ ഞാൻ അധികം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വൈബ് അടിക്കാൻ നല്ല രസമാണ്. എനിക്ക് അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉള്ളു. അപ്പൊ പിന്നെ ഇതുപോലൊക്കെ ഒരു ഫ്രണ്ട്സ് കിട്ടി കഴിഞ്ഞ രസമല്ലേ. അതാ എന്ത് ചെയ്യാ. അയ്യോ. ഒരേ സ്വരത്തിൽ പറയുന്നു. എല്ലാരും ഒരേ സ്ഥലത്തിൽ പറയുന്നത് എന്റെ ഇഷ്ടമാണ് ആളുകൾക്ക് തന്നെ. എന്റെ ഫ്രണ്ട്ഷിപ്പ് എല്ലാവർക്കും ഇഷ്ടമാണ്. സത്യമാണ്. ഞാൻ അന്ന് നിനക്ക് ഇത് നോട്ടിലും അത് തന്നെയായിരുന്നു. നീ അത് കിട്ടിയില്ല അതില്. നിന്റെ എന്താ പറയാ ഒരു സൺഷൈൻ, ഒരു വൈബ്, ഒരു വൈബ്, ബ്രൈറ്റ്നസ്. അതെടുത്തായിരുന്നു നീ. എടുത്ത് സൺഷൈൻ. ഇത് വീഡിയോക്ക് വേണ്ടി ഞാൻ പറഞ്ഞാണ്. അതെ വീഡിയോ ഞാൻ പൈസ എഡിറ്റർ സജഷൻസ് പറയൂ. നീ ആദ്യം പറ. ഏത് പാട്ട് വെച്ചിട്ട് വേണം പറ. എനിക്ക് ഏറ്റവും അന്നും ഇന്നും ഞാൻ ഒരേപോലെ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന പാട്ട് അയ്യത്തെ പാട്ടാ. എന്നോട് നീ എന്താ അതെന്താ കുറെ ഇമോഷൻസ് കുറെ ഇമോഷൻസ് ആ പാട്ടില്. നമുക്ക് ഓരോ ലൈനും വേറെ രീതിയിൽ ആ ലവിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ഭയങ്കര രസമായിട്ടാണ് അത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് അതിലാണ് വിക്രമിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയിട്ട് അവന്റെ
വിക്രം സാറിന്റെ ദൈവത്തിരുമകളൊക്കെ കണ്ട് ആ, എനിക്ക് ഭയങ്കര വിക്രമിനോട് ഫാൻ ആയി പോയത് ആ പടമായിരുന്നു. മീൻസ് ഞാൻ അതിന് മുമ്പ് വേറെ പടങ്ങളും അധികം കണ്ടില്ല. ഓ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പൊ നെക്സ്റ്റ് എഡിറ്റ് ചെയ്ത് എന്തായാലും നിനക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് ആ പാട്ടിൽ അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്തു. നമ്മള് കൃഷിനെ വെച്ചങ്ങ് പൊളിക്കും. പൊളിക്കും നമ്മള്. യെസ്, അഗൈൻ വിത്ത് എന്റെ സ്പെഷ്യൽ റിക്വസ്റ്റ്. അതെ അതെ അതെ. അല്ല, എനിക്ക് പിന്നെ അത് ഈ അനാർക്കലി പാട്ടില്ലേ അതും ഭയങ്കര ഇഷ്ടമാണ്. അനാർക്കലിയിൽ ഏത് പാട്ട്? അതെന്താണെന്നറിയോ, ആ പടം ഒറ്റയടിക്ക് കാണുമ്പോൾ അല്ല ഹിറ്റ് ചെയ്യുന്നത്, റിപ്പീറ്റ് റിപ്പീറ്റ് വാച്ച് ഹിറ്റ് ആവുന്ന പടം അത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള പൃഥ്വിരാജിന് പല പടങ്ങളും അങ്ങനെ തന്നെയാണ്. മെമ്മറീസ് എല്ലാം അയ്യോ മെമ്മറീസ് ജിത്തു ജോസഫിന്റെ അത് ഇപ്പൊ ഇറങ്ങാമെന്ന് തോന്നി പോയി. എനിക്ക് അത്രയും ഞാൻ ഇപ്പം കാണാറുണ്ട്. ഞാൻ ഭയങ്കര റിപ്പീറ്റഡ് വാച്ച് കാണുന്ന ഒരു ഒറ്റ പടം. ഞാൻ എനിക്ക് അധിക പടം കണ്ടാലും അപ്പം ബോറടിക്കും. റിപ്പീറ്റഡ് കാണും. പക്ഷെ മെമ്മറീസിന് എത്ര സെവൻത് ഡേ കുറച്ച് പടം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ടോവിയുടെ ആദ്യ ഫാനാണ്. ആഡം ജോയിൻ അങ്ങനെ ഉണ്ടോ? പടം ഇഷ്ടമാണോ? ആഡം ജോൺ അങ്ങനത്തെ സീരീസ് കേട്ട പടങ്ങൾ. അതൊക്കെ മെമ്മറീസ്, ആഡം ജോണ്. അതൊക്കെ നൈസ് പടങ്ങളായിരുന്നു. പിന്നെ വേറൊരു പടം ഉണ്ടായിരുന്നത് വേറെ ഏത് സോങ്സ് ഒക്കെയാണ് ഇഷ്ടം? റീസെന്റ് ആയിട്ട് കണ്ടതിൽ ഏതാണ് ഇഷ്ടപ്പെട്ട പാട്ട്? അഗൈൻസ് പ്ലേലിസ്റ്റ് ഷെയർ ചെയ്യണം. എന്റെ പ്ലേലിസ്റ്റ് ഇങ്ങോട്ട് കാര്യമാണ്. ഞാൻ പ്ലേലിസ്റ്റ് ഉണ്ടാക്കാറില്ല. എന്റേത് അഴകോഴിന്റെ പ്ലേലിസ്റ്റാണ്. എനിക്ക് ആഷിഖത്തെ പാട്ടൊക്കെ ഭയങ്കര. ഇത് കണ്ടോ? ഹാർട്ട് ബ്രേക്ക് അടിച്ച സയ്യാറ മൂവി ഓ കണ്ടോ? വായിത്ത പാട്ട് എനിക്ക് ഭയങ്കര. അതാണ് എനിക്ക് റീസെന്റ് ഫേവറേറ്റ് ആയിട്ട് പാട്ട്. സയ്യാറയുടെ പാട്ട്. ഭയങ്കര ഇഷ്ടപാട്ട്. അഞ്ജുവിന്റെ ഫ്ലാറ്റിൽ പോയിട്ട് അവിടെ ഇതുണ്ട്, അലക്സ് ഉണ്ട്. എപ്പോഴും പറഞ്ഞതാണ് അലക്സോട് പറയണ്ട ഞാൻ പ്ലേ മ്യൂസിക് പറഞ്ഞാൽ ചെയ്യാറുണ്ട്. അറിഞ്ഞു പ്ലേ എന്റെ പ്ലേലിസ്റ്റ് ഫുൾ മിക്സാ. പഴയ പാട്ടുണ്ട് കണ്ടോ, മഴത്തുള്ളികളുണ്ട്. ഇവൻ 90s ലാസ്റ്റ് ആയതുകൊണ്ട് ഇവൻ ആ വൈബ് ശരിക്കും ഉണ്ട്. കിട്ടും. അവിടുത്തെയും ഇവിടുത്തെയും കിട്ടും. അടിക്കില്ല. പിന്നെ വേടന്റെ സോങ് ഉണ്ട്. എല്ലാ സാധനവും ഉണ്ട്. ഗായ്സ് ഇന്നത്തെ എക്സ്പീരിയൻസ് പൊളിച്ചു. ബൈ ബൈ. യെസ്. बिन तेरे मधम मधम भी चल रही थी धड़कन जब से मिले तुम हमें आंचल से तेरे बंधे दिल उड़ रहा है सुनो ना आसमानों के ये सितारे